നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറയാനുള്ളതെന്ന് കേൾക്കണം. ഹലോ, ഓക്കെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ശരിയെന്ന്. ഏട്ടത്തി ഇപ്പൊ ആരെയാ വിളിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാനും ഗോപിയേട്ടനും കൂടെ ചർച്ച ചെയ്തു. ഗോപിയേട്ടന് ഏർപ്പാടാക്കിയ ഒരു വക്കീല് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. വക്കീലോ? അതെന്തിനാ ഏട്ടത്തി ഇപ്പൊ വക്കീലിനെ വിളിച്ചു വരുത്തുന്നത്? ഇക്കണക്കിന് പോയാ ബിസിനസിന്റെയും സ്വത്തിന്റെയും പേര് പറഞ്ഞ് ഈ കുടുംബം തമ്മി തല്ലി പല വഴിക്ക് പിരിയും. അതുണ്ടാവാതിരിക്കാൻ അത്യാവശ്യമായി ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് വക്കീലിനെ വിളിച്ചു വരുത്തിട്ട് എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും രണ്ടായി പകുത്ത് ഒന്ന് ഗൗതമിനെയും ഒന്ന് പ്രണവിനെയും ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ അത് എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നില്ലേ? എടുപിടിയിൽ ഇതൊന്നും വേണ്ടായിരുന്നു. വേണം വസു. ഇനി മേലിൽ നമ്മുടെ ഓഫീസിൽ ഇവന്മാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ ഉള്ളതിൽ പാതി അവകാശം പ്രണവൻ എഴുതി കൊടുത്തേക്കാന്ന് തീരുമാനിച്ചത്. നോക്ക് ഗൗതം, വക്കീൽ വന്നു കഴിഞ്ഞ് ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവനെ ഏൽപ്പിക്കാൻ പറ്റൂന്ന് നീ തീരുമാനിക്കണം. അതിൽ പിന്നീട് നീ ഒരിക്കലും കയറി തലയിടാനും പാടില്ല, കേട്ടല്ലോ? നിന്നെ ഏൽപ്പിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കും. അത് ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തുന്നത് മാത്രമായിരിക്കും നിന്റെ ജോലി. മേലിൽ ആ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എന്നോട് പോലും ആലോചിക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ അമ്മയെടുത്ത് ആരാ പറഞ്ഞേ? എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച് ഇട്ട് തന്നിട്ട് എന്നെ അങ്ങ് ഒതുക്കിക്കളയാന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുഴുവൻ അവകാശമാ, അല്ലാതെ വിഹിതമല്ല. ഇതൊക്കെ സാറും മേഡവും ചേർന്നുണ്ടാക്കിയ ഐഡിയ ആയിരിക്കുമല്ലേ? ഷെടാ, ഇതെന്ത് കഷ്ടം നോക്ക്. എടാ, ഇത് ഞാൻ അറിഞ്ഞ കാര്യം പോലുമല്ല. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. അണിയറയിൽ മറിഞ്ഞിരുന്ന് ചരട് വലിക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് അറിയത്തില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? കമ്പനിയുടെ മുഴുവൻ അവകാശവും എനിക്ക് തരേണ്ടി വരും എന്നൊരു സംശയം ഉണ്ടായപ്പോ ഉണ്ടാക്കിയെടുത്തൊരു കോംപ്രമൈസ്. പകുതി കൊടുത്തങ്ങ് ഒതുക്കിക്കളയാന്നുള്ളൊരു തീരുമാനം. ഈ തീരുമാനം എടുത്തത് ആരാണെങ്കിലും അതങ്ങ് മടക്കിയെടുത്തങ്ങ് തട്ടുംപുറത്തോട്ട് വെച്ചാൽ മതി. എന്റെ അടുത്തോട്ട് ഇറക്കാൻ നിൽക്കണ്ട. പ്രണവേ, ഞങ്ങൾ അറിയാത്തൊരു വിഷയത്തിലേക്ക് ദയവ് ചെയ്ത് ഞങ്ങളെ വലിച്ചിഴക്കരുത്. അമ്മ ഇപ്പൊ പറഞ്ഞപ്പോ മാത്രം ഞങ്ങൾ പോലും ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഞങ്ങള് പോലും എന്ന് പറയാൻ എന്തുവാ കാരണം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കൊച്ചു വല്ലതും ഉണ്ടോ? എടാ, സത്യം ഇവര് പറയുന്നത്. ഞാൻ ഗൗതമിനോട് നിധിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ പറയണ്ട. പക്ഷെ എന്റെ തീരുമാനം ഇത്രേ ഉള്ളൂ. ബിസിനസ്സിൽ ഒരു ഒറ്റൊരെണ്ണം പോലും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കമ്പനിയുടെ മുഴുവൻ അവകാശവും എനിക്ക് തന്നെ വേണം. എടാ, നീ ഈ പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല പ്രണവേ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ചവനാ ഗൗതം. അതില് മൊത്തം നിനക്ക് തന്നെ വേണമെന്ന് പറയുന്നതില് ഒരു ന്യായവും ഇല്ല. ആരുടെ അധ്വാനത്തിന്റെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. വല്ലവന്റെ ഒരു പറമ്പിൽ കയറി ഒരുത്ത രാപ്പകലില്ലാതെ